അപ്പോൾ 6th ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ അടുത്തൊരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ അഥവാ പവർ പ്രേഷണവും വിതരണവും. ഈ പവർ പ്രേഷണവും വിതരണത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഇന്ത്യയിൽ ഒരു പവർ സ്റ്റേഷനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയെന്ന് പഠിക്കുക. അത് 11 kV ആണ്. 11 kV അല്ലെങ്കിൽ ആ കേക്ക് പകരം 3 പൂജ്യം ഇട്ട് കൊടുക്കുക. 11,000 വോൾട്ട്, 11 kV അല്ലെങ്കിൽ 11,000 വോൾട്ട്. ഇത് രണ്ടിൽ ഏത് എഴുതാം. ഇങ്ങനെ പവർ സ്റ്റേഷനിൽ ആ 11 kV പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ലൈൻ വഴി നമ്മൾ സബ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. സബ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ വീടുകളിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വീടുകളിലേക്കും അതേപോലെ തന്നെ കടകളിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ പവർ സ്റ്റേഷനിൽ 11 kV പ്രൊഡ്യൂസ് ചെയ്ത് ലൈൻ വഴി കൊണ്ടുവരുമ്പോൾ ഒരുപാട് കാരണങ്ങളാൽ ഹീറ്റിന്റെ ഫോമിൽ എനർജി ലോസ് സംഭവിക്കും. അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 11 kV നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ട് 220 kV ആക്കി മാറ്റിയിട്ടാണ് ലൈൻ വഴി കൊണ്ടുവരുന്നത്. പിന്നീട് നമ്മൾ സബ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് 11 kV ആക്കി മാറ്റിയിട്ട് വീടുകളിലേക്ക് അഥവാ ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ട് 230 വോൾട്ടേജും ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് 400 വോൾട്ടേജും കൊടുക്കും. അടുത്തൊരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ റിലേറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് പഠിക്കുക. പിന്നെ ട്രാൻസ്ഫോമറിന്റെ ഡിഫറൻസ്, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. കാരണം ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഐഡന്റിഫൈ ദ ട്രാൻസ്ഫോമർ. പിന്നെ ട്രാൻസ്ഫോമർ റിലേറ്റ് ചെയ്താൽ നമുക്ക് 8 പോയിന്റ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ അതിന്റെ തിക്നെസ് നോക്കുക. അഥവാ പ്രൈമറിയിലെ തിക്നെസ്, സെക്കൻഡറിയിലെ തിക്നെസ് നോക്കുക, 2 പോയിന്റ്. പിന്നെ പ്രൈമറിയിലെ കറണ്ട്, സെക്കൻഡറിയിലെ കറണ്ട് നോക്കുക, അങ്ങനെ 4 പോയിന്റായി. പിന്നെ പ്രൈമറിയിലെ വോൾട്ടേജ് നോക്കുക, സെക്കൻഡറിയിലെ വോൾട്ടേജ് നോക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രൈമറിയിലെ കറണ്ട് നോക്കുക, സെക്കൻഡറിയിലെ കറണ്ട് നോക്കുക. ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറായി. ഈ ട്രാൻസ്ഫോമറിന് നമുക്ക് ബുദ്ധിമുട്ട് വരിക ട്രാൻസ്ഫോമറിന്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ പ്രോബ്ലത്തിന് ട്രാൻസ്ഫോമറിന്റെ ഒരു 3 ടൈപ്പ് ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കണം. അതിൽ ഒന്നാമത്തത് VS/VP = NS/NP. മറ്റൊന്ന് VS/VP = IP/IS. മറ്റൊന്ന് NS/NP = IP/IS. അഥവാ അപ്പോൾ 6th ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ 100% നമ്മൾ നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 ടോപ്പിക്കാണ്. ഒന്ന് ജനറേറ്ററും മറ്റൊന്ന് ട്രാൻസ്ഫോമറും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറയണത്. ഈ ജനറേറ്ററിനും ട്രാൻസ്ഫോമറിൽ നിന്നും എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മിനിമം ആ 2 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. കാരണം ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ഇതാണ്. ഈ ചാപ്റ്ററിന്റെ ഓരോ പിക്ചറും ശ്രദ്ധിച്ച്, അതേപോലെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്, ട്രാൻസ്ഫോമർ റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നന്നായിട്ട് നോക്കുക. പിന്നെ അതേപോലെ തന്നെ SCRT ബേസ് ചെയ്തിട്ടുള്ള ഈ ചാപ്റ്ററിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുക.